ഹായ്. റോൺ വുഡ്രൂഫ് എന്ന അമേരിക്കക്കാരൻ്റെ ലൈഫിനെ ബേസ് ചെയ്തുകൊണ്ട് ജീൻ മാർക്ക് വാലി സംവിധാനം ചെയ്ത സിനിമയാണ് ഡല്ലാസ് ബയേഴ്സ് ക്ലബ്ബ്. 1985 ആണ് ഈ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ 85 അമേരിക്കയിൽ വളരെ വ്യാപകമായിട്ട് എയ്ഡ്സ് പടർന്നു പിടിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ഹീറോ വുഡ്രൂഫ് എന്ന് പറയുന്നത് ഒരു കൗബോയ് ആണ്, ഒരു ഇലക്ട്രീഷ്യനാണ്. ഇയാൾ ആക്റ്റീവായിട്ട് കൊക്കൈൻ യൂസ് ചെയ്യുന്ന ആളാണ്. മയക്കുമരുന്ന്, കള്ളുകൂടി എല്ലാം ഉണ്ട്. ഇതിൻ്റെ കൂടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ഇയാൾക്കുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇയാൾക്ക് സുഖമില്ലാണ്ടാകും. അങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് എയ്ഡ്സ് രോഗം ഉണ്ടെന്നുള്ള കാര്യം സ്ഥിരീകരിക്കും. അപ്പോൾ ഡോക്ടേഴ്സ് ഇയാളോട് പറയും 30 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ജീവിച്ചിരിക്കില്ല. പക്ഷെ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഒരു മരുന്ന് AZT എന്ന് പറയുന്ന സാധനം ഇയാൾക്ക് കൊടുക്കും. അപ്പോൾ ഈ മരുന്ന് എടുക്കുന്ന സമയത്ത്, കഴിക്കുന്ന സമയത്ത് ഇയാൾക്ക് കുറച്ച് ആശ്വാസം തോന്നും. അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അയാൾ പോകുന്ന സമയത്ത് ഈ മരുന്ന് വർക്ക് ആവുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ അമേരിക്കയിൽ ഈ AZT എന്ന സാധനം ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് ആ മരുന്നാണ് ഉപയോഗിക്കാനുള്ള നിയമപരമായിട്ടുള്ള ഇതൊന്നും അതിനില്ല. അപ്പോൾ ഇയാൾക്ക് ഈ മരുന്ന് വേണം. അങ്ങനെയാണ് എന്ത് ചെയ്യും, ഈ ഹോസ്പിറ്റലിലുള്ള ഒരു പണിക്കാരൻ